ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബോട്ടി ഫ്രൈ ആണ്. അപ്പോൾ ബീഫിൻ്റെ ആണിത്. ചിലർക്കെങ്കിലും ഇത് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും, പക്ഷേ നല്ല ടേസ്റ്റാണ്. കഴിച്ച് ശീലമുള്ളവർക്കറിയാം നല്ല ടേസ്റ്റാണെന്ന്. ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ചിലർക്കെങ്കിലും ഇതിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ വെർഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒരു ജോലിയല്ല. വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അത് നല്ലൊരു പണി തന്നെയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്കത് തൊടാൻ ഇത്തിരി പേടി. കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഞാനതൊരു ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് വാർത്തിട്ട് ഞാനിത് ആവി പറക്കണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 6-7 പ്രാവശ്യമെങ്കിലും നല്ല ചൂടുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം ക്ലീൻ ചെയ്യാനൊന്നുകൂടി. ഇപ്പം ഞാൻ എല്ലാം കഴിഞ്ഞു, അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്. വെള്ളം നമ്മൾ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ഇതിൽ ഒരുപാട് വെള്ളം അങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2-2.5 കിലോ ഉണ്ടത്. വിറകടുപ്പിലാണ് വേവിക്കുന്നത്, കുക്കറിലല്ല. വിറകടുപ്പിൽ വെക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിൻ്റെ സ്മെല്ല് പിടിക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് തുറന്ന് വെച്ച് വേവിച്ച് ആ സ്മെല്ലൊക്കെ ഒന്ന് കളയണം. ഇപ്പോൾ കണ്ടോ, ഇത് തിളച്ച് വന്നപ്പോൾ അതിൽ നമ്മൾ ഒഴിച്ചതിൻ്റെ ഇരട്ടി വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട്. കുക്കറിലാണ് വേവിക്കണമെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിറയെ വെള്ളം ഉണ്ട് ഇതിൽ. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് തിളച്ച് കുറച്ച് സമയം തുറന്നിട്ടിട്ടൊന്ന് വേവിക്കണം. ചെറിയ തീ കൊടുക്കുക, കാരണം ബീഫിനേക്കാളൊക്കെ ഇപ്പോൾ ബീഫ് വേവിനേക്കാളും കുറച്ചും കൂടി അധികം സമയം ഇതിനെടുക്കും. ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റൊന്നും ഇട്ടിട്ടില്ല. ഒരു 1/4 വേവായതിന് ശേഷം അത് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഒരു 1/4 വേവായി, അപ്പോൾ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണത്, ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇങ്ങനെ തുറന്നൊക്കെ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോവും. അതുകൊണ്ടാണ് ഞാനൊരു 1/4 വേവായതിന് ശേഷം അതൊക്കെ ഇട്ടാൽ മതി പറഞ്ഞത്. ഇപ്പോൾ അതൊക്കെ വേവിച്ച് വെള്ളം വറ്റിച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ 1 ടീസ്പൂണേ ഒഴിച്ചുള്ളൂ, കാരണം ഇതിലൊരുപാട് നെയ്യുണ്ടാവും. അപ്പോൾ നമ്മൾ എണ്ണ ഒരുപാട് ഒഴിക്കണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുത്തു. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ ഒരുപാട് ഒഴിക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടിച്ച മുളക് ഇല്ലെങ്കിൽ മുളക് പൊടിയായാലും കുഴപ്പമില്ല, പക്ഷേ ഇടിച്ച മുളകാകുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് വീട്ടിൽ മുളക് മിക്സിയിൽ പൊടിച്ചാലും മതി. അപ്പോൾ നമ്മൾ ബോട്ടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേവിച്ച് വെച്ചത്. ഇടിച്ച മുളക് ഇല്ല എങ്കിൽ ചുവന്ന മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഫ്രൈ ആകുമ്പോൾ. ഇനി നമ്മൾ ഇതിലുള്ള ഈ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എത്ര സമയം ഫ്രൈ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വല്ലാതെ ഹാർഡാക്കി എടുക്കാതിരിക്കുകയാണ് നല്ലത്, കാരണം കുറച്ചൊരു ഹാർഡായൊരു സംഭവമാണ് ബോട്ടി. അപ്പോൾ ഒരുപാട് ഹാർഡാക്കി എടുക്കണ്ട. കുറച്ച് സമയം ഒന്ന് ഇളക്കുക. നമ്മൾ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ, കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിടാം. ഇടിച്ച മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, വേവിച്ചപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും അവസാനം കുറച്ച് കുരുമുളക് പൊടി, ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ബോട്ടി ആകുമ്പോൾ എല്ലാവരും തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കുക. മുളക് പൊടിയൊക്കെ എല്ലായിടത്തും, കുരുമുളകൊക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഏകദേശം
2-2.5 കിലോ ബോട്ടിയാണ് വേവിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് 1 കിലോ, കഷ്ടിച്ച് 1 കിലോ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു 3/4 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് ഞാൻ മാറ്റി വെച്ചു, ഒന്നിച്ച് ഫ്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിരുന്നുള്ളൂ, 1 ടീസ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിൽ നമുക്ക് ഇളക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് എണ്ണ ഉള്ളത് പോലെ ഉണ്ട്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തതല്ല, ആ ബോട്ടിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എണ്ണ ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഇത് കോരിയെടുക്കുമ്പോൾ ഒരു ഓട്ടയുള്ള ചട്ടകം എടുത്തിട്ട് ഈ ഓയിലൊക്കെ ഒഴിവാക്കിയിട്ട് താഴെയുള്ള ആ നെയ്യൊക്കെ ഒഴിവാക്കിയിട്ട് കോരിയെടുക്കാം. അത് ഓരോരുത്തരും ഇഷ്ടമാണ്, കഴിക്കണവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഓട്ടയുള്ള ചട്ടകം കൊണ്ട് ആ ഓയിലൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് കോരിയെടുക്കുക ചെയ്തത്. ഒരുപാട് സമയം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. ഇപ്പോൾ ഞാൻ കണ്ടോ, ഇതിങ്ങനെ കണ്ടാൽ തന്നെ അറിയാം ഒട്ടും ഓയിലില്ല എന്നുള്ളത്. ഓയിലൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ കോരിയെടുത്ത് കഴിഞ്ഞു. ഓരോരുത്തർക്കും പലർക്കും പല ഇഷ്ടമായിരിക്കും. ചിലർക്ക് ബോട്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.